ചെറിയ പകൽപൂരം എന്നറിയപ്പെടുന്ന തലയോലപ്പറമ്പ് തിരുപുരം പകൽപൂരം ആരംഭിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ആണ് ശേഷിക്കുന്നത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് നിരവധി ആളുകളാണ് പൂരപ്പറമ്പിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പൂരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, പൂരത്തിൻ്റെ ആരംഭകാലം മുതൽ ഈ പൂരത്തിൻ്റെ നെടുന്തൂണായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രോപദേശക സമിതിയുടെ ഭാരവാഹികളാണ് ഇപ്പോൾ നമുക്ക് ഒപ്പമുള്ളത്. ക്ഷേത്രോപദേശക സമിതി അംഗമായിട്ടുള്ള ശ്രീ ഷൈജു, ശ്രീ വിജയമോഹൻ തുടങ്ങിയവരാണ് നമുക്കൊപ്പമുള്ളത്. ചേട്ടാ, ഈ പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ഇവിടെ ജനപ്രളയമായി മാറാൻ പോവുകയാണ്. എന്താണ് ഇതിന്റെ നേതൃത്വം നൽകിയ ആളെന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് പറയാനുള്ളത്? ഞങ്ങൾ രണ്ടുപേരും ഈ 2006 മുതൽ ഈ പൂരത്തിന്റെ ഉത്ഭവം മുതൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയതിന് ശേഷം ഈ 15 ആന ഈ ഭഗവാൻ എഴുന്നള്ളണം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ ആദ്യം ഞങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ ഭഗവാൻ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞങ്ങളിപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഇടയ്ക്ക് കോവിഡ് കാലത്തൊന്നും ബ്രേക്കായെങ്കിലും വീണ്ടും പുനരാരംഭിക്കുകയാണ് പകൽപൂരം. അത് വിജയമോഹനെ വളരെ അറിയാവുന്ന ഇതാണ്. ഇത്തവണത്തെ പൂരത്തിന്റെ വിശേഷങ്ങൾ എന്താണ് വിജയമോഹൻജിക്ക് പങ്കുവയ്ക്കാം? ഇത്തവണത്തെ നമ്മൾ പൂരം നടത്തുന്നതിന് മുമ്പ് യാനപരിപാലന ചട്ടവുമായിട്ട് ഒത്തിരി വിഷയങ്ങൾ വന്നെങ്കിലും ബഹുമാനപ്പെട്ട ഫോറസ്റ്റും പോലീസ് ഓഫീസേഴ്സും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും എല്ലാം നമ്മളെ മാക്സിമം, അതായത് എല്ലാവിധത്തിലുള്ള ഹെൽപ്പും ചെയ്ത് ഈ പൂരം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ എല്ലാവിധ പിന്തുണയും അവർ വാഗ്ദാനം ചെയ്യുകയും അതിൻ്റെ ഒറ്റ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ പൂരം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ രണ്ടും ഇതിൻ്റെ ഒരു ഭാരവാഹികളല്ല, ഞങ്ങളുടെ വർക്കേഴ്സാണ്. ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ശ്രീ അജിത്താണ്, സെക്രട്ടറി ശ്രീകുട്ടനാണ്, അങ്ങനെ മറ്റ് കമ്മിറ്റിക്കാർ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. ഈ അമ്പലത്തിൻ്റെ ദേവസ്വം ബോർഡ് അമ്പലത്തിൻ്റെ ചട്ടം അനുസരിച്ച് നറുക്കിട്ടാണ് ഇവിടുത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നറുക്ക് വരുമ്പോൾ പലരും ഇതിൽ വരത്തില്ല, പക്ഷെ പ്രവർത്തിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതുപോലെ ഇവിടുത്തെ ഫാസ്റ്റ് ക്ലബിൻ്റെ കുട്ടികൾ, ചെറുപ്പക്കാർ, അവരൊക്കെ വേണം ഇനി നാളെ ഇത് മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോകാൻ. അവരെ എല്ലാം മുന്നിൽ നിർത്തിയാണ് കൃത്യമായ ചിട്ടയോടും പട്ടയോടും വസ്ത്രങ്ങളോടുമാണ് ഞങ്ങൾ ഈ പൂരം ഇവിടെ നടത്താൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ മതിയല്ലോ. പൂരം പറമ്പിലേക്ക്, തിരുപുരം പൂരത്തിലേക്ക് ജനപ്രവാഹം വന്നുകൊണ്ടിരിക്കുകയാണ്. 15 ആനകൾ നെറ്റിപ്പട്ടവും ചമയങ്ങളും അണിഞ്ഞ 15 ആനകളാണ് പൂരത്തിൽ അണിനിരക്കുന്നത്. ഈ പൂരത്തിനെ, തിരുപുരം പകൽപൂരത്തിനെ വിശേഷിപ്പിക്കുന്നത് ചെറിയ തൃശ്ശൂർ പൂരം എന്നാണ്. ആ ചെറിയ തൃശ്ശൂർ പൂരത്തിന് വേണ്ടി വളരെ വിശാലമായിട്ടുള്ള തിരുപുരം മൈതാനം, ആ തിരുപുരം മൈതാനം ജനനിബിഡമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ, അതുപോലെ തന്നെ പൂരപ്രേമികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക മാത്രമല്ല, ആനകളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തവണത്തെ പൂരത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആനകൾ പൂരപ്പറമ്പിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയുണ്ട്. 6 ആനകളാണ് ഇപ്പോൾ പൂരപ്പറമ്പിൽ എത്തിയിരിക്കുന്നത്. ഇവ ചമയങ്ങളൊന്നും ധരിക്കാതെയാണ് എത്തിയിരിക്കുന്നത്. ഭസ്മക്കുറി മാത്രം തൊട്ട് ഉള്ള ആനകളാണ് ഇപ്പോൾ പൂരപ്പറമ്പിൽ എത്തിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ അവസ്ഥ മാറും. അല്പസമയം കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ ആനകളെല്ലാം നെറ്റിപ്പട്ടം ധരിക്കും. ആ നെറ്റിപ്പട്ടം ധരിച്ച് വളരെ ഗംഭീരമായി, മനോഹരമായി, പ്രൗഢഗംഭീരമായാണ് ഈ ആനകൾ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഒരുങ്ങി എത്താൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ആനകൾ എത്തിത്തുടങ്ങി, ആളുകൾ എത്തിത്തുടങ്ങി. ഇനിയാണ് ഈ പൂരത്തിൻ്റെ ആ ഒരു പ്രൗഢി എത്താൻ പോകുന്നത്, പ്രൗഢഗംഭീരമായി മാറാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ആണ്. പൂരപ്പറമ്പിലേക്ക് ഇടമുറിയാത്ത ജനപ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പൂരത്തിൻ്റെ അലങ്കാരങ്ങളെല്ലാം വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ആനകൾ ചമയവും നെറ്റിപ്പട്ടവും ഒക്കെ ധരിച്ച് ആനകൾ എത്തുന്ന ഭാഗങ്ങളെല്ലാം വളരെ മനോഹരമായി അലങ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പന്തലൊക്കെ വളരെ മനോഹരമായിട്ട് അലങ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ദേവി ദേവന്മാരുടെ ചിത്രങ്ങളെല്ലാം ആലേഖനം ചെയ്ത വലിയ കമാനങ്ങളാണ് വന്നിരിക്കുന്നത്.